നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോന്തക്കിട്ടൊന്ന് തരേണ്ടതാ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. പുറകിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് നക്കി തിന്നിട്ട് പോകാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. വാടാ. സാധാരണ കല്യാണ പയ്യനെ ഒരുക്കാൻ ചുറ്റും ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആയി. എനിക്കങ്ങനെ ആരുമില്ലല്ലോ. എന്താ വിക്രം ഇങ്ങനെ? വിക്രത്തിന് ഞങ്ങളൊക്കെ ഇല്ലേ? ഇല്ലെന്നല്ല പറഞ്ഞത്. ഈ അനാഥത്വത്തിനൊരു കുഴപ്പമുണ്ട്. അത് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ ഒരുക്കി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറച്ച് സമയം കൂടി കഴിയുമ്പോ വിക്രം ഞങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവാണ്. ഭർത്താവും അളിയനും ഏട്ടനും മരുമകനുമൊക്കെ ആകുന്ന ഒരാളെ അനാഥനെന്ന് വിശേഷിപ്പിച്ചാൽ ആളുകൾ ചിരിക്കും. അത് ശരിയാ. അപ്പൊ കുറച്ച് സമയം കൂടിയേ എനിക്ക് അനാഥപ്പെട്ടുള്ളൂ അല്ലേ? അതെ. അതോടെ വിക്രം മാധവൻ നായർ ചന്ദ്രികാമ ദമ്പതികളുടെ മരുമകനാ. അതെ, ഞങ്ങളുടെ രണ്ടാമത്തെ അളിയൻ. സത്യം പറയാലോ, ആദ്യത്തെ അളിയനായ സതീഷിന് ഞങ്ങളെ കൊണ്ട് സാമ്പത്തികമായ വലിയ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് സതീഷിന് അളിയനെ കൊണ്ടും സതീഷിന് ഞങ്ങളെ കൊണ്ടും യാതൊരു ഉപദ്രവവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞത് നേരാ. കറക്റ്റ്. ഉപദ്രവം മുഴുവനേ അളിയന്റെ ഭാര്യയെ കൊണ്ടേ ഉള്ളൂ. അതായത് രണ്ട് പരട്ടകൾ ഇരട്ടയെന്ന് ഉദ്ദേശിച്ചത് എന്റെ മൂത്ത പെങ്ങളെ കുറിച്ചാ. അറിയാം. ഏട്ടോ, നമ്മൾ വന്നത് എന്തിനാന്ന് പറയും. പിന്നെ കല്യാണ ചെക്കനെ ഈ രണ്ടളിയന്മാരും കൂടി ഒരുക്കാൻ പോവാ. അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. പെണ്ണിനെ ഒരുക്കാൻ അവിടെ ഒരു സൈന്യം തന്നെയുണ്ട്. അപ്പോ പയ്യനങ്ങനെ ഒറ്റക്കൊരുങ്ങണ്ടല്ലോ. അതെ. അമ്മേ, വിദേശി മുത്തശ്ശി പനിനീര നാരങ്ങ. സന്തോഷായി എനിക്ക്. എല്ലാരും വന്നല്ലോ. വാ, അത്തേക്ക് വാ. അച്ഛാ, അമ്മേ പിടിച്ചു. അളിയ വാ. നമസ്കാരം. കല്യാണം നടത്തിക്കാനുള്ള ആളിങ്ങെത്തിയല്ലോ. കുറുപ്പ് സാറ് വൈകുന്തോറും ടെൻഷനിലായിരുന്നു ഞാൻ. അതെന്താ മാധവൻ നായരെ, കുറുപ്പ് ഒരു വാക്ക് പറഞ്ഞ ഉറപ്പാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, സാധാരണ MLA-മാര് സമയം തെറ്റിച്ചിട്ടല്ലേ വരാറ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. മറ്റുള്ളവരുടെ വീട്ടിലെ ഫംഗ്ഷൻ, ഇത് നമ്മുടേതല്ലേ. സ്വന്തം വീട്ടിലെ ഫംഗ്ഷൻ, അതിന് സമയം തെറ്റിക്കാൻ പാടില്ല. അല്ല, ചന്ദ്രികയെ കാണുന്നില്ലല്ലോ. അത് പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും. ഓ, ജഗൻ ചേട്ടൻ വന്നില്ലേ? അവനൊരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പോയതാ. അച്ഛൻ പോകേണ്ട മീറ്റിംഗ് ആയിരുന്നു. അതെ അതെ അതെ, ഞാനാ അവനെ നിർബന്ധിച്ചയച്ചതേ അല്ലേ. കല്യാണത്തിന് അവൻ കൃത്യമായിട്ട് എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മുഹൂർത്തമുണ്ട് എന്ന് വെച്ച് നമ്മൾ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. മാധവൻ നായര് കാശി രാമേശ്വര യാത്രയെ കഴിഞ്ഞ് എപ്പ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഓ, മോളുടെ പേരില് കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നു. അഗ്നിക്കാവടി, നേർച്ച, അങ്ങനെ പലതും. എന്നാലും ആദ്യമൊന്നും മുടങ്ങിയതല്ലേ. അതിന്റെ സങ്കടത്തിൽ നിന്നും കരകയറാൻ മാധവൻ നായർ ഇതുപോലുള്ള വഴിപാടുകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാ.
മുടക്കണ്ട. പക്ഷേ ഈ കല്യാണത്തിന് വിഘ്നങ്ങളൊന്നും വരില്ല. കാരണം കുറുപ്പാണ് പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നത്. ഏതാ അതുകൊണ്ട് നടക്കുന്നേ ഉറപ്പാണ്. ആ പിന്നെ എന്നാ നമുക്ക് അകത്തോട്ട് കേറാം. ആ വന്നാട്ടെ വരൂ. കുറുപ്പിച്ച വരൂ. നമസ്കാരം. 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 എന്താ സരോജിനി അമ്മേ, സുഖം തന്നെയല്ലേ? ഈശ്വരന്റെ കൃപ കൊണ്ട് സുഖമായിട്ട് പോന്നു. അല്ലെങ്കിലും സരോജിനി അമ്മയ്ക്ക് എന്ത് സുഖക്കുറവാ. നിങ്ങളുടെ ചെറുമകൻ കയറി പിടിച്ചത് വലിയ കുടുംബത്തിന്നല്ലേ? ഞങ്ങളുടെ ചെറുമകളെ അല്ലേ അവൻ മനസ്സ് മാറ്റി വിളിച്ചിറക്കി കൊണ്ടുപോയത്. വന്ദനയാണെങ്കി കോടീശ്വരം മുതലാളിയെ കറക്കിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. വിധി അവളുടെ ജാതകദോഷം അവന്റെ താലിഭാഗ്യം പോലും ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് മുകളിലോട്ട് വിളിക്കുകയും ചെയ്തില്ലേ? ഇപ്പോ വർഷയ്ക്ക് കൊമ്പത്ത് നിന്നല്ലേ ബന്ധം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു? കല്യാണ ദിവസമാ, നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുക. അതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് 4 വർത്താനം പറയാത്തത്. വന്നത് കല്യാണം കൂടാനല്ല, അത് തകർന്നാൽ കണ്ട് രസിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരില്ല. ഇത് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് നടത്തിത്തരും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോന്തക്കിട്ടൊന്ന് തരേണ്ടതാ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. പുറകിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് നക്കി തിന്നിട്ട് പോകാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. വാടാ. എന്റെ ഈശ്വര, മുഹൂർത്തം അടുത്ത് വരികയാണല്ലോ. കുറച്ചുകൂടി വേഗത്തിൽ പോമോനെ. ചേച്ചി ഇത് ഓട്ടോയാണ്, വിമാനമല്ല. ഇതിന് ഇത്രയും സ്പീഡൊക്കെ കിട്ടൂ. എനിക്ക് വേഗത്തിൽ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു കല്യാണക്കാരിയാ, എത്രയും വേഗത്തിലൊന്ന് എത്തണം. എന്റെ പൊന്നു ചേച്ചി, ഓട്ടോയ്ക്കൊക്കെ ഒരു സ്പീഡുണ്ട്. അതിൽ കൂടുതലേ സ്പീഡിൽ വിടുന്നത് നിയമവിരുദ്ധമാണ്. കഴിഞ്ഞ മാസം തന്നെ പെറ്റി 4 എണ്ണം ഓവർ സ്പീഡ്. നിങ്ങളെ പോലെയുള്ളവരെ 100 രൂപ ഇറങ്ങിപ്പോവും. പെറ്റി അടയ്ക്കേണ്ടത് ഞാനാ. ഒന്നാതെ എഞ്ചിൻ പണിക്ക് റെഡിയായി നിൽക്കുന്ന വണ്ടിയാ. എപ്പോഴാ ഏതാന്നൊന്നും പറയാൻ പറ്റൂല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.